ദൈവമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നെ പറയണല്ലേ. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ? എൻ്റെ എനിമികളുടെ പ്രാക്കാണെന്ന് തോന്നുന്നു. വല്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത്. ഈ ഒരവസ്ഥ എന്ന് പറയുന്നത് ആർക്കും വരാതിരിക്കട്ടെ. എന്താക്കാനാ, നമ്മൾ ചെയ്തതിൻ്റെ പാപത്തിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കണം എന്ന് പറയാറില്ലേ? അതുപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ എനിമികൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടാവും എനിക്ക് അതിൻ്റേതായ തക്കതായ ശിക്ഷ കിട്ടണേ എന്നുള്ളത്. അത് ദൈവത്തിന് തരാതിരിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പം ദൈവം കണ്ടറിഞ്ഞു മുഖത്ത് നോക്കിയിട്ട് തന്നെ തന്നു. ദൈവത്തിനോട് മുഖത്തല്ലാതെ വേറെ എവിടെയെങ്കിലും തന്നൂടായിരുന്നോ എന്ന് ഒരുപാട് പ്രാവശ്യം ചോദിച്ചു. പക്ഷേ മുഖത്ത് തന്നെ വേണമെന്ന് ദൈവത്തിനും നിർബന്ധം എന്ന് തോന്നുന്നു. എന്തായാലും എൻ്റെ എനിമികളൊക്കെ സന്തോഷിച്ച് നിൽക്കുകയാണ്. നിങ്ങൾ സന്തോഷിച്ചോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ അങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടല്ലോ. അല്ലാതെ ഇപ്പം ഞാനെന്ത് പറയാനാ? എൻ്റെ ഈ ഒരവസ്ഥക്ക് ഞാൻ തന്നെയാണ് കാരണം, എൻ്റെ സ്വഭാവമാണ് കാരണം എന്നൊന്നും ഞാൻ പറയില്ല. ഇതൊക്കെ ഓരോരോ വിധിയാണ്, അല്ലാണ്ട് എന്ത് പറയാനാ. ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. ബാക്കി ഡീറ്റെയിലൊക്കെ വീട്ടിലെത്തിയിട്ട് പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾ വിചാരിച്ചോ ഇങ്ങനെയൊക്കെ പറയൂന്ന്? നിങ്ങളൊക്കെ അപ്പം ഫസ്റ്റ് കേട്ടപ്പോ എന്തൊക്കെ ആയിരിക്കും വിചാരിച്ചത്? ദൈവം അങ്ങനാണ്, ദൈവമൊക്കെ കൊടുത്ത ശിക്ഷയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ സന്തോഷിച്ച് വരികയല്ലായിരുന്നോ? ആ സന്തോഷമൊക്കെ പോയോ? അതെന്താ സംഭവം എന്ന് വെച്ചാല്, ഈ അരിമ്പാറ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതേപോലെ എന്നൊന്നും പറയാൻ പറ്റൂല. ആ വിഭാഗത്തിൽപ്പെട്ട കുറച്ച് സംഭവങ്ങൾ എൻ്റെ ഫേസിൻ്റെ അകത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഒരു കറുപ്പ് കുത്ത് പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പിന്നെ കാരണവന്മാരായിട്ട് ഭംഗിയും കോലും ഉള്ളത് കൊണ്ടും ഞങ്ങൾ ബ്യൂട്ടീഷ്യനൊന്നും ചെയ്യാത്തത് കൊണ്ടും ഞങ്ങൾക്ക് അങ്ങനത്തെ ആവശ്യമില്ലാത്തത് കൊണ്ടും എന്താക്കി, സൗന്ദര്യമാണല്ലോ നമ്മുടെ എല്ലാം സ്വത്ത്, എന്താ പറയുക, സ്വത്ത് എന്നും മുതൽ എന്നൊക്കെ പറയുന്നത്. അപ്പം ആ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ ഒരു കടമ കൂടിയാണല്ലോ. അതുകൊണ്ട് ഞാൻ എന്താക്കി, ഇന്ന് കോഴിക്കോടൊരു ഹോസ്പിറ്റലിൽ, സ്കിന്നിൻ്റെ ഹോസ്പിറ്റലിൽ പോയിട്ട് അത് കരിയിച്ച് കളഞ്ഞു. ആദ്യം ഇതിനു മുമ്പേ ഞാനൊരു 3 വർഷങ്ങൾക്ക് മുമ്പേ പാർലറിൽ പോയിട്ട് വാട്സ് റിമൂവ് ചെയ്തതാണ്. അപ്പോൾ പാർലറിൽ പോകുന്ന സമയത്ത് നമുക്ക് അത്ര സേഫ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും 100% സേഫ് അല്ല എന്നുള്ളത് പറയും. കാരണം ഞാൻ പാർലറിൽ നിന്ന് തന്നെയായിരുന്നു ചെയ്തത്. ആ സമയത്ത് നമ്മുടെ ബഡ്ജറ്റും കാര്യങ്ങളും ഒക്കെ വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ പാർലറിനായാലും ചെയ്താൽ കൊള്ളാമല്ലോ എന്നുള്ള രീതിയിൽ പാർലറിനായിരുന്നു ചെയ്തത്. പക്ഷേ ഇന്ന് ഡോക്ടർ സംസാരിച്ച സമയത്താണ് എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. പിന്നെ എങ്ങനെയാണ്, എന്താണ് ഇത് ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്യേണ്ടതാണോ അല്ലെ പാർലറിൽ നിന്ന് ചെയ്യേണ്ടതാണോ, ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്താൽ എന്താണ് ബെനിഫിറ്റ്, പാർലറിൽ നിന്ന് ചെയ്താൽ എങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ഡോക്ടർ എന്നോട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചപ്പോഴാണ് പാർലറിൽ പോവാതെ ഹോസ്പിറ്റലിൽ പോയത് നന്നായി എന്ന് എനിക്ക് തോന്നിയത്. പിന്നെ ഹോസ്പിറ്റലിലെത്തതും പാർലറിലെത്തതും തമ്മിൽ പേയ്മെൻറ്റ് വെച്ച് നോക്കുക വെച്ചാൽ എന്തോ 500-1000 രൂപ നമുക്ക് ഹോസ്പിറ്റലിൽ കൂടുമായിരിക്കും. പക്ഷേ നമ്മൾ അത്രയും സേഫായിട്ടാണ് നമുക്ക് ഇത് ചെയ്യാം. എൻ്റെ മുഖത്ത് കാണുന്നില്ലേ മോനെ വ്യക്തമായിട്ട് കറുത്ത കുത്തുകൾ? ഈ മുഖക്കുരുണ്ടായ പോലെയുള്ള കുത്തുകൾ നിറയെ കാണുന്നില്ലേ? അപ്പം ഇവിടെ ഹോസ്പിറ്റലിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളെ തരിപ്പിക്കും കേട്ടോ. ആദ്യം തരിപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഇവരിത് കരിയിച്ച് കളയുക. ഒരു ആഴ്ചയോളം ഈ ഒരു കലയുണ്ടാവും. അത് കഴിഞ്ഞാൽ നോർമൽ നമ്മളുടെ സ്കിന്ന് തന്നെ ആയിക്കോട്ടോ. ഈ ഒരാഴ്ചത്തെ കല മാത്രമേ നമ്മുടെ ഫേസിൻ്റെ അകത്ത് ഉണ്ടാവും. പാർലറിൽ അങ്ങനെയല്ല, ഭയങ്കര പെയിൻഫുള്ളാണ്. അതേപോലെ എന്ന് വെച്ചാൽ പച്ചക്ക് നമ്മുടെ ശരീരത്തിൽ ഒരു തീ കൊണ്ട് കുത്തുമ്പോൾ ഉണ്ടാവുന്ന വേദന എന്തോ ആ വേദന നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യണം. പക്ഷെ ഇവിടെ അതൊന്നും ഇല്ല കേട്ടോ.
ഇവിടെ നമ്മുടെ ഫേസ് ഒന്നായിട്ട് ആദ്യം തരിപ്പിക്കും. തരിപ്പിച്ചതിന് ശേഷം മാത്രമേ അവർ വാട്സ് ഈ പറഞ്ഞതുപോലെ കരയിച്ച് കളയുള്ളൂ. അപ്പോൾ അതാണ്. അപ്പം നിങ്ങൾ ഒരു നിമിഷം കൊണ്ട് എന്തൊക്കെയോ മനസ്സ് കണക്ക് കൂട്ടി അങ്ങ് ആഹ്ലാദിച്ച് സന്തോഷിച്ച് നിന്നിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? പക്ഷെ ചുമ്മാതാ മക്കളെ, നിങ്ങളുടെ സന്തോഷമൊക്കെ ഇത്രയേ ഉള്ളൂ. നിസ്സാര സമയത്തേക്കേ നിങ്ങൾക്കൊക്കെ സന്തോഷിക്കാൻ പറ്റുള്ളൂ. പിന്നീട് വിജയം എൻ്റെ പക്ഷത്ത് തന്നെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ഫേസൊക്കെ ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ. എന്തിനാണ് ഞാനിതൊക്കെ ചെയ്തതെന്ന് എന്നൊക്കെ ഉള്ളത് വിശദമായിട്ട് ഞാൻ പിന്നെ പറഞ്ഞു തരാം. അത് ഒരുപാട് പറയാനുണ്ട്. ഫേസൊക്കെ എന്തിനാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കുന്നത് എന്നുള്ളത് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് പറഞ്ഞു തരുന്നുണ്ട്. ഏതായാലും നല്ലതിന് വേണ്ടിയിട്ടാണ് എല്ലാ തുടക്കങ്ങളും എന്നുള്ളത് കൂട്ടാം. ഈ 2026 ഒരു പക്ഷേ എൻ്റെ നല്ല കാലമായിരിക്കാം എന്ന് വിശ്വസിക്കുന്നു ഞാൻ. ആവണം, ആയാലേ പറ്റൂ, ആയേ തീരുള്ളൂ എന്ന് എനിക്ക് തന്നെ വാശിയുണ്ട്. കാരണം എൻ്റെ എനിമികളുടെ മുമ്പിൽ തല കുനിച്ചിട്ടല്ല, തല ഉയർത്തിയിട്ട് തന്നെ ജീവിക്കണം. അത് നിർബന്ധമുള്ളൊരു കാര്യമാണ്. എനിക്ക് പിന്നെ ദൈവം സഹായിച്ചിട്ട് അങ്ങനെ മുഖക്കുരും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇനി വന്നേക്കാം എന്ന് പറയാല്ല, വരൂല എന്ന് പറയാനും എനിക്ക് പറ്റൂല. വന്നേക്കാം, നമുക്ക് ആർക്കായാലും വന്നേക്കാം. അത് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ ഈ ഒരു കറുത്ത കുത്തുള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻറ്റ് കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യിക്കാം എന്നുള്ളത്. ഇന്നത്തെ എൻ്റെ ഒരു ഡേ തന്നെ ഹോസ്പിറ്റൽ ഡേ ആയിരുന്നു. രാവിലെ എഴുന്നേറ്റു. എനിക്ക് മൈഗ്രെയിന് വേണ്ടിയിട്ട് കാണിക്കാൻ പോകാനുണ്ടായിരുന്നു. അപ്പം അത് പോയി കാണിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് സ്കിന്നിൻ്റെ ഹോസ്പിറ്റലിലേക്ക് പോയത്. ആ വീഡിയോസൊക്കെ ഞാൻ എടുക്കാതിരുന്നത് കാരണം ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഇപ്പോഴും ഫോണിൽ ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു, പോകുന്നത് നിങ്ങൾക്കറിയാമല്ലോ, ബസ്സിനാണ് ഞാൻ പോയത്. ഇവിടുന്ന് ഉള്ളിരിത്തട്ടോട് അരുണ് കൊണ്ടുവച്ചാക്കി. അവിടുന്ന് ബസ് കയറി. പിന്നീട് ബസ്, ഓട്ടോ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് യാത്രകൾ. അതൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് പിന്നെ കാണിക്കാനില്ലല്ലോ. പിന്നെ എടുത്തു വെച്ച് കാണിക്കേണ്ടത് എൻ്റെ ഫേസിൻ്റെതായിരുന്നു. അത് പിന്നെ ഫസ്റ്റിൽ നിങ്ങൾ കാണുകയും ചെയ്തല്ലോ. പിന്നെ ഇപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും കാണിക്കാനും പറയാനും ഒന്നും ഇല്ല. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എൻ്റെ എനിമികൾ അവരുടെയൊക്കെ എന്താ പറയുക പ്രാക്കെനിക്ക് ഫലിച്ചു എന്നുള്ള സന്തോഷത്തിൽ കണ്ടു തുടങ്ങിയ വീഡിയോ അല്ലേ? സങ്കടമായിപ്പോയില്ലേ? സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ തന്നെയാണ്. ഇനിയിപ്പോൾ വെളുക്കാൻ തെച്ചത് പാണ്ടായിപ്പോയി എന്ന് പറഞ്ഞ് പാണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റുകളൊന്നും ഇവിടെ സ്വീകരിക്കുന്നതല്ല. കാരണം അത്രയും നല്ല ഹോസ്പിറ്റൽ, ഏറ്റവും കോഴിക്കോട് ഏറ്റവും നല്ല സ്കിന്നിൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ പോയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തത്. ഇനി ഗ്ലൂട്ടാത്തൈൻ ചെയ്യണോ എന്നൊരു ഒരു ആലോചനയുണ്ട്. എന്തിനു കുറയ്ക്കണം, അതും കൂടി ആയേക്കാം എന്ന് ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് ഫസ്റ്റിൽ 3 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണം. 2 മാസം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണം. പിന്നെ മാസാമാസം എല്ലാ മാസവും പോയിട്ട് എടുക്കണം. ഒരു സിറ്റിങ്ങിന് 6000 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ചെയ്തേക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്തെന്നാണെന്നും തീരുമാനിച്ചിട്ടില്ല, ഫൈനലി തീരുമാനിച്ചിട്ടൊന്നുമില്ല. അതൊക്കെ എന്തിനാണ് ഞാനിങ്ങനെ മാറാൻ ശ്രമിക്കുന്നത് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം. വെയിറ്റ് ചെയ്യൂ. അപ്പോൾ സന്തോഷം കെട്ടുപോയാൽ വിഷമമൊന്നുമില്ലല്ലോ, നമ്മളോട് ദേഷ്യമൊന്നുമില്ലല്ലോ. ദേഷ്യം കാണിക്കല്ലേ കുഞ്ഞുങ്ങളെ. നിങ്ങൾ ദേഷ്യം കാണിച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റൂലേ, അതുകൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ബൈ ദ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റാ.